ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയോട് ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നൊരു വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ചാവക്കാട് സ്പെഷ്യാലിറ്റീസ്, ചാവക്കാടിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ചാവക്കാട് എന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 38,138 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കടൽ തീരവും അതോടൊപ്പം മത്സ്യബന്ധനത്തിന് പേരുകേട്ട ഒരു സ്ഥലമാണ് ചാവക്കാട് എന്ന മനോഹരമായ ബീച്ചാണ് ചാവക്കാടിലുള്ളത്. അതുകൊണ്ട് തന്നെ അനേകം ടൂറിസ്റ്റുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നു ചാവക്കാട്. പണ്ട് ഇതിനെ ചഹൗട്ട് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഇതിനെ വിളിച്ചിരുന്ന പേര് ചഹൗട്ട് എന്നായിരുന്നു. പിന്നെ കൂട്ടിലങ്ങാടി എന്നൊരു പേരും ഉണ്ടായിരുന്നു. കൂട്ടിലങ്ങാടി അതോടൊപ്പം ചഹൗട്ട് എന്നിങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. അതോടൊപ്പം ഇവിടുത്തെ മണത്തലയിലെ ജുമാ മസ്ജിദ് വളരെ പേരുകേട്ട ജുമാ മസ്ജിദാണ് മണത്തല. അതോടൊപ്പം മണത്തലയിലുള്ള വിശ്വനാഥ ക്ഷേത്രം അതും മറ്റൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം പാലയൂരിലുള്ള സെൻറ് തോമസ് ചർച്ച്, അതായത് AD 52 സെൻറ് തോമസ് ഇവിടെ വന്ന് സ്ഥാപിച്ചു എന്ന് കരുതപ്പെടുന്ന ദക്ഷിണേഷ്യയിലെ തന്നെ ആദ്യത്തെ ചർച്ച് എന്ന് കരുതപ്പെടുന്ന സെൻറ് തോമസ് ചർച്ച് പാലയൂരിൽ, അതും മറ്റൊരു പ്രത്യേകതയാണ്. 3 മതക്കാർക്കും വളരെ വേണ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ചാവക്കാട് എന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. അതോടൊപ്പം പുന്നത്തൂർ ആനത്താവളം അതും ഇതിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 1976 ഇതിനെ ചാവക്കാട് എന്ന് പുനർനാമകരണം ചെയ്തത്. അതിനു മുമ്പേ ചഹോട്ട്, കൂട്ടിലങ്ങാടി എന്നിങ്ങനെ പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 1976 ഇതിനെ ചാവക്കാടെന്ന് പുനർനാമകരണം ചെയ്തത്. 1949 തൃശ്ശൂർ ജില്ല രൂപീകരിച്ചത്. അപ്പോൾ തൃശ്ശൂർ ജില്ല രൂപീകരിച്ചപ്പോൾ തൃശ്ശൂർ ജില്ലയോട് ചേരുകയായിരുന്നു ചാവക്കാട്. അതിമനോഹരമായ ബീച്ചും കാര്യങ്ങളും ഒക്കെയുള്ള ചാവക്കാട് എന്നത്. ആ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നിരവധി മരങ്ങളും. നല്ല രസമാണ് അവിടെ ഇങ്ങനെ പോകുമ്പോൾ. നിരവധി മരങ്ങളും വളരെ പ്രകൃതിരമണീയമായൊരു ബീച്ചെന്ന് പറയാം ചാവക്കാട് ബീച്ച്. ആ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ബീച്ചിൻ്റെ ഭംഗി, അല്ലെങ്കിൽ കടൽ തിരമാലകൾ ഇങ്ങനെ അടിക്കുന്നത് കാണുവാനായിട്ട്, ഈ ഫ്ലോയിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് കാണുവാൻ, അതൊക്കെ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ചാവക്കാടുള്ളത്. തൃശ്ശൂരിൽ നിന്നും ഏകദേശം 26 കിലോമീറ്ററും കൊടുങ്ങല്ലൂരിൽ നിന്നും ഏകദേശം 46 കിലോമീറ്ററും ഗുരുവായൂരിൽ നിന്നും ഏകദേശം 3.4 കിലോമീറ്ററും കുന്നുംകുളത്ത് നിന്നും ഏകദേശം 10 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. ഗുരുവായൂർ വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും വളരെ അടുത്താണ് ചാവക്കാട് സ്ഥിതി ചെയ്യുന്നത്. 3.4 കിലോമീറ്ററാണ് ഗുരുവായൂരിൽ നിന്നുള്ള ദൂരമെന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ചഹൗട്ട് എന്നറിയപ്പെട്ടിരുന്ന ചാവക്കാട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.